വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നതിന് അള്ളാഹുവിൻ്റെ സത്യങ്ങളാണ്, അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് പിശാചിൻ്റെ ചതിയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്, പിശാചിൻ്റെ ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ മഹദി ഇമാം വരുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിലെ എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സത്യങ്ങളൊക്കെ കാലക്രമേണ അത് മനുഷ്യരും അതും തമ്മിലൊരു ബന്ധമില്ലാതായി, അത് നഷ്ടപ്പെട്ടു പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന അതേ രീതിയിൽ ഖുർആനെ മനുഷ്യർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് മഹദി ഇമാമായിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് യഥാർത്ഥ സൃഷ്ടാവിനെയാണ് നമുക്ക് മഹദി ഇമാം മനസ്സിലാക്കി തരില്ലേ. കാരണം അവൻ്റെ രഹസ്യങ്ങളാണ്, പിന്നെ അതൊരു പരീക്ഷണമാണ്. അപ്പോൾ ഇത് മഹദി ഇമാം വ്യക്തമാക്കി തരും. അപ്പോൾ മഹദി ഇമാം ഈ സത്യങ്ങൾ പുറത്തുകൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ എതിരാവൽ ഒരു പക്ഷേ ഖുർആൻ അംഗീകരിക്കേണ്ടവർ തന്നെ ആയിരിക്കും. ഖുർആനിലെ യഥാർത്ഥ സത്യം എന്നുള്ളത് ഏകദൈവ വിശ്വാസമാണ്. മറ്റുള്ള എല്ലാ മതങ്ങൾക്കും മീതെ യഥാർത്ഥ സത്യമാണ് ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് മഹദി ഇമാം തെളിയിക്കും. അപ്പോൾ എല്ലാ മതങ്ങൾക്കും മീതെ എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളിലെയും അല്ലെങ്കിൽ യഥാർത്ഥ സത്യത്തെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ മഹദി ഇമാം എന്ന് പറയുമ്പോൾ ലോക ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ ലോക ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതേ ദൗത്യം തന്നെയാണ് മഹദി ഇമാം എടുക്കുന്നത്, മഹദി ഇമാമും ചെയ്യില്ല. കാരണം എല്ലാ മതവിഭാഗങ്ങളെയും ഒരൊറ്റ ദൈവത്തിൻ്റെ ഒരൊറ്റ മതത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ മഹദി ഇമാമിന് സാധിക്കും. അതുകൊണ്ടാണ് ലോകം അവസാനിക്കാൻ ഒരു ദിവസം ഉള്ളൂ എന്നുണ്ടെങ്കിൽ മഹദി ഇമാമിനെ കൊണ്ടുവരുന്ന അള്ളാഹു പറയുന്നത്. അത് നീതിക്ക് വേണ്ടിയിട്ടാണ്, ലോക ജനതയ്ക്ക് അവർ അനീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മഹദി ഇമാം വരുന്നത്. മുട്ടുകുത്തി അഴിഞ്ഞിട്ടെങ്കിലും നിങ്ങൾ മഹദി ഇമാമിനെ ബയ്യത്ത് ചെയ്യണമെന്ന് പറയുന്നത് യഥാർത്ഥ ഖുർആനെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തുകൊണ്ടുവരും. അപ്പോൾ നമ്മളത് വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര കാലം ചെയ്ത നന്മകളൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അതിലമായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ട് കഴിഞ്ഞാലും പിന്നെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരെയും തെറ്റിക്കാൻ പറ്റുന്ന ലാസ്റ്റ് ചാൻസുമാണ്. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും ലാസ്റ്റ് ചാൻസുമാണ് ആ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഇനി ഏതൊരു മതഗ്രന്ഥങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇനി ബൈബിളിലാവട്ടെ, ഭഗവത്ഗീതയിലാവട്ടെ, ഖുർആനിലാവട്ടെ, ഇവിടെയൊക്കെ പറയുന്നത് അവസാന കാലങ്ങളിൽ സൃഷ്ടാവിൻ്റെ കൈകൾ വെളിപ്പെടുന്നതാണ്. ഇത് 3 മതം പറയുന്നുണ്ട്. എന്നാൽ ഈ കൈകൾ വെളിപ്പെടുന്ന സമയത്ത് വിശ്വസിക്കാത്തവർക്ക് ശിക്ഷയുണ്ട്, വിശ്വസിച്ചവർക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും, അവർക്ക് സ്വർഗ്ഗം ഉണ്ടെന്നും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന അവരെ മതഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അക്രമങ്ങളും അനീതികളും അരങ്ങേറുന്നൊരു ഘട്ടത്തിലാണ് യഥാർത്ഥ നീതി, സൃഷ്ടാവിൻ്റെ രഹസ്യങ്ങൾ പുറത്തു വരിക. എന്നാൽ അതൊരു പരീക്ഷണമാക്കി വെച്ചിട്ടുണ്ടെന്ന് 3 മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ ലാസ്റ്റ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ മഹദി ഇമാമിൻ്റെ യഥാർത്ഥ ദൗത്യം എന്താണെന്നുള്ളത് ഏകദേശം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. യഥാർത്ഥ ഖുർആനെ ജനങ്ങളിലേക്ക് എത്തിക്കുക, യഥാർത്ഥ സത്യങ്ങളെ എത്തിക്കുക, യഥാർത്ഥ സൃഷ്ടാവിൻ്റെ രഹസ്യങ്ങളെ ജനങ്ങൾക്ക് എത്തിക്കുക. അതുവഴി ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും മീതെ അത് തെളിയിച്ച് കാണിക്കുക. യഥാർത്ഥ സൃഷ്ടാവിൻ്റെ നീതി അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ നീതി അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിയാണ് ഇതിലൂടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.